ഉണ്ടായിരുന്നു മ്യൂസിയം? റിവ്യൂ പറ. Eyes in the sky, gazing far into the night. I raise my hand to the fire, but it's no use, 'cause you can't stop it from shining through. It's true, baby, let the light shine through. If you believe it's true, baby, won't you let the light shine through for you. ഏത് പണമാണ് വെക്കണേ? ഈ വൺ ടൈം പേയ്മെന്റ് എന്താ? 1 ലക്ഷം പേ ആയി. അല്ലടാ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ 199 രൂപയ്ക്ക് വീണ്ടും പിടിക്കും. കഴിക്കാതെ ഈ വിശക്കുന്നില്ല. വിശക്കുന്നില്ലേ? അതെയോ? വയറ് നിറച്ച് കഴിച്ചു തന്നു. സ്പോൺസർഡ് ബൈ അമ്മ. ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടത്. അതിന് നിന്റെ വീട് കഞ്ഞിക്കലുണ്ട്. നിങ്ങൾ കഞ്ഞിക്കലല്ലേ, കഞ്ഞിയല്ല പിടിച്ചത്. ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട. ആന്റിക്ക് ഒരേ നിർബന്ധം, കഴിച്ചിട്ടേ പോകാവൂ. എടാ, അതിനോടില്ലാത്ത സ്നേഹം നിന്നോടുണ്ടല്ലേ? കളിക്ക്. ബന്ധു നിന്നെ എല്ലാം റെക്കോർഡ് ചെയ്യട്ടെ. മൈ ഗോഡ്. അടിയാണോ? അജിത്ത എവിടെ? അനുമോള് ഡാൻസ് കളിക്കാണല്ലോ. അനുമോളെ എങ്ങനെ ഡാൻസ് കളിക്കണം? ഇന്ദുമാല അനുമോള് ഡാൻസ് കളിക്കാൻ പോവാന്ന്. സന്തോഷം. ഓ ഇതെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് എന്താ സെൽഫിയാ? പോയി സെൽഫിക്ക് ഇരിക്കുക. സെൽഫി അല്ല, അവിടെ എല്ലാം നിൽക്കും. സെൽഫി അല്ലേ? ഓ അങ്ങനെയാ. സോറി സോറി സോറി. എല്ലാരും ഇവിടെ ഫോട്ടോ ആക്കി കേട്ടോ. വീഡിയോ ഇടാം. ഇത് വേണം. ഇത് കൊടുക്കും. ജോൺ സ്നോ
ഇത് പോയി ഇതാ നിന്റെ മോട്ടോർ ജോൺസല്ലേ അപ്പൊ ജോൺസോ സ്റ്റോറേജ് കുറവാണ്. കല്യാണ വീഡിയോ ആണ്, കല്യാണ വീഡിയോ. ഇതെങ്ങനെ കിട്ടോ? ഇതാ ട്രിപ്പ് കോർഡിനേറ്റേഴ്സ് മുൻകൈ എടുത്ത് നടക്കുന്നു. ടിക്കറ്റ് എടുത്ത് തന്നെ തന്നെ കേട്ടോ. എന്താ മ്യൂസിയത്തിനകത്തേക്ക് പോകാൻ അറിയില്ല. ആദ്യത്തെ മെഷീൻ സ്റ്റാർട്ടാക്കാൻ പോവാം. സ്റ്റാർട്ടാക്കും പള്ളി മൈ ഗോഡ്. ഇതുപോലെ മെഷീനൊക്കെ പഠിച്ചു. ഇതുവരെ ഓണാക്കി സ്വിച്ച് കണ്ടില്ല. സോ ഇന്ദുബാല ഉണ്ടാക്കിയ മെഷീനാണിത്. ഇവിടെ ഇന്ദുബാല എം എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ഇത് ശരിയാവില്ല. ഇത് ഇതൊക്കെ മെഷീൻ സ്റ്റാർട്ടാക്കി എടുക്കാൻ നോക്കി പറഞ്ഞില്ല. ഇത് ആദ്യത്തിന്റെ മെഷീൻ, ഇന്ദുബാല മെഷീൻ, കുഞ്ഞലക്ഷ്മി അതാണ് മെഷീൻ. ഓ മൈ ഗോഡ്, ഏതാ സീന്. ഏയ് നമുക്കങ്ങനെ മെഷീൻ ഇല്ല. നമുക്ക് ഇതേ മെഷീൻ ഇല്ല. സാലി പാറ്റ കൊടുക്കുന്ന ഫോട്ടോ എടുക്കുക. ഏതാ വൈബ് തൊപ്പിയൊക്കെ വെച്ച്. എന്താ ആ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞാൽ എന്നാലും നമ്മൾ എടുക്കും. 2000 അഭിജിത്ത് കൊടുത്തു. ഇതാണ് അഞ്ചലിൻ്റെ മെഷീൻ. ഓ ഇത് അഞ്ചലിൻ്റെ മെഷീൻ. അത് പാടല്ല. ഇത് വൈത്തിൻ്റെ ഇരിക്കട്ടെ. ആദ്യത്തെ ടോർച്ചർ ഉപയോഗിക്കുന്ന മെഷീൻ. ആദ്യത്തെ അതിൻ്റെ മെഷീനാണോ ഇതിന്റെ മെഷീൻ? നിന്റെ മെഷീൻ വർക്കാവുന്ന എങ്ങനെയാണ് നോക്കണത്? അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് പണ്ടത്തെ ഒരു പേടിയൊന്നും ഇല്ല കേട്ടാ. എവിടെയാണ് കൈയിട്ടോളൂ. എന്നിട്ട് ഞാനൊക്കെ ഇന്ദുബാല ചേർത്ത് അടുത്ത സ്ഥലത്തേക്ക് അവിടെ പോകുന്നു. ആദ്യത്തെ ഓ അങ്ങനെ ഇത് സ്റ്റാർട്ടാക്കണേ. ഫോട്ടോ ഉണ്ടായിരുന്നു. നമുക്ക് 5 സമയമുള്ളൂ. ഇവിടുന്ന് പോവാം. അതിലത്തെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുക. ഓപ്പറേറ്റിംഗ് എങ്ങനെയാണ്. ഐ ഡി കാർഡ് എടുത്തിട്ട് ഇറങ്ങിയാലോ? ഐ ഡി കാർഡ് എടുത്ത് ഇറങ്ങിയ സ്റ്റാഫായി. നമ്മൾ ന്യൂമാങ്കോട് ഐ ഡി കാർഡ് ആകാം. യൂട്യൂബ് ചാനലുണ്ടല്ലോ. ഇതിന്റെ 4ാമത്തെ വ്ളോഗാണ്. അടുത്ത വ്ളോഗ്
ഇങ്ങനെ ട്രിപ്പ് പോയിട്ടോ, ട്രിപ്പിൻ്റെ പോകാണ് ആലപ്പുഴയിൽ. അനിയൻ്റെ സീക്രട്ട് ഗേൾഫ്രണ്ടിനോട് മെസ്സേജ് അയക്കണം. സീക്രട്ട് ഇല്ല, പബ്ലിക്കായോ? ക്യാമറ ഇത് വ്ളോഗായിട്ട് സെറ്റല്ലേ? ട്രിപ്പ് സെറ്റല്ലേ? ട്രിപ്പോ? ഈ ഞങ്ങളത് സെറ്റല്ലേ? രാവിലെ ഫുഡ് കുഴപ്പമില്ലായിരുന്നല്ലോ. അതാ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഞാനായത്. ഇതന്നെ ചകിരിച്ചോറിൻ്റെ ബെഡ്. ചകിരിച്ചോറിനാണ് ചകിരിയുടെ ബെഡ്. ആ ചകിരിച്ചോറ് അങ്ങനെ. ആദ്യത്തെ ഇവിടെ സ്റ്റീ ഇടാൻ പോവാ. ഞാൻ വീഡിയോ പിടിക്കാം കേട്ടോ. തീ പിടിക്കാൻ ജാമ്യത്തിൽ ഇറക്കാൻ അഭിജിത്ത് വരും. അത് ഇറക്കാം. ഇതാരോ ബാത്റൂമാണെന്ന് തോന്നുന്നു. എൻ്റെ ഷർട്ട് തെളിഞ്ഞ് കളിക്കാനാണ് ആ സാധനം അല്ലേ? പ്ലഗ് ഉണ്ട്, പക്ഷെ എവിടെ കണക്ട് ചെയ്യാന്ന് അറിയത്തില്ല. തെളിക്കാൻ നോക്കി, നടന്നില്ല. ഓ റിയലിസ്റ്റിക് ലൈൻ. കൊട കുഞ്ഞലക്ഷ്മിയുടെ കൂടെ ഏതാ? ഓ എന്തുമാരുടെ കൂടെ? അജിത്തിനോടാണോ? ഓ മൈ ഗോഡ്. അജിത്തെ കുടയും പിടിച്ച് തോണി കാണാൻ പോവാ. തോണി കോപ്പിക്കോട്ടയുടെ കാലൊക്കെ കോപ്പിക്കോട്ടയുടെ കാലിടുക. ഹാൻഡ്മെയ്ഡ് ലോ ബഡ്ജറ്റ് കൊട, ലോ ബഡ്ജറ്റ് വീട്. ഇത് നിന്റെ? ഓ കൊള്ളാം. ബിൽഡിംഗ് മൊത്തം ഉണ്ടാക്കിയതാ. ഓ മൈ ഗോഡ്. അപ്പോൾ കറന്റ് നമ്മുടെ കോളേജിലെ ഏറ്റവും ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് ലക്ഷ്മിയാണ്. ആ കാര്യം കൺഫേം ആയി. ബിൽഡിംഗ് മൊത്തം പണിയാൻ സാധിച്ചു. റോഡ് പണിയാണ്. എങ്ങനെയുണ്ടായിരുന്നു മ്യൂസിയം? റിവ്യൂ പറ. അടിപൊളി. ഓ മൈ ഗോഡ്. നമുക്ക് ബീച്ചിലേക്ക് പോവാം. കോർഡിനേറ്റർ അടുത്ത സ്റ്റോപ്പോടെ അടുത്ത നമ്മൾ പോകുമ്പോൾ ലൈറ്റ് ഹൗസിലാണ്. ലൈറ്റ് ഹൗസ്. ഇനി ലൈറ്റ് ഹൗസിൽ കാണാം. ലൈറ്റ് ഹൗസ്. അപ്പോൾ ഗൈസ് നോക്കൂ, നമ്മൾ ലൈറ്റ് ഹൗസിലേക്കാണ് സ്റ്റെപ്പിൽ പോവാ. ഇതാ ഞാനും അജിത്തും ലൈറ്റ് ഹൗസിലേക്ക് സ്റ്റെപ്പിലാണ്. പക്ഷെ ഇവരെല്ലാവരും ലിഫ്റ്റിൽ കയറി പോകും. അതാ ലൈറ്റ് ഹൗസ്. കുഞ്ഞുലക്ഷ്മി വേണ്ട ഞങ്ങളിവിടെ ലൈറ്റ് ഹൗസിലേക്ക്. ദ പവർ ഓഫ് ക്യാമറ. പേടിക്കണ്ട, ക്യാമറമാൻ നെവർ ഡേയ്സ്. അപ്പോൾ ഞാൻ മരിക്കില്ല. അപ്പോൾ നിങ്ങൾ കാര്യം അറിയില്ല കേട്ടോ. പക്ഷെ അതിനുണ്ടോ നിങ്ങൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ, ബാക്കി എല്ലാവരും സ്റ്റെപ്പ് ആകുമ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് എനിക്ക് അറിഞ്ഞോണോ. ഇതാ സ്കെച്ച് ആയിട്ടുള്ള സ്റ്റെപ്പൊക്കെ ആയിട്ട് ഇത് തീർന്നില്ല. ഇത് അതിന്റെ പൊന്നെ സ്പോർട്സ്മാൻ. ഇതില്ലെങ്കിൽ അടിപൊളിയായിരുന്നു. സാലിക റേസ് ചെയ്യണം. ദൈവമേ എടാ, സാലിക ഓവർടേക്ക് ചെയ്യണം. സാലിക കൊടുത്തു. ഞാൻ മടുത്തു. നിക്കണ്ട, പറയല്ലേ വില്ലോ പോയി അങ്ങ് പോകുന്നു.
സോക്സ് ഇട്ട് പിന്നോടാ ഇതവരുടെ സെർവറാണ്. സെർവറാ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റിൻ്റെ സർവീസ്. എന്നെ ഞങ്ങളെ പതിച്ചിറക്കി കിട്ടുന്നേ ട്രെയിൻ പോണാ ഇടിക്കാന്ന് കാണിക്കുന്നത്. ഞാൻ ചേട്ടൻ ഉച്ചയാണ് കൂടെ ട്രെയിൻ കാണണേ. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അതിത്തെ നമ്മള് ഇടുക്കിക്കാരെന്ന് കാണിക്കരുത്. അതിത്തെ നമ്മൾ ഇടുക്കിക്കാരെന്ന് അറിയിക്കരുത് കേട്ടോ. അറിയരുത്. ഞാൻ അറിയിച്ചോട്ടോ. നീ ഓ നിന്റെ പൊന്നെ നീ ആലപ്പുഴക്കാരൻ വന്നു. അവിടെ മറ്റേ രണ്ട് ഫ്ലഡ് ലൈറ്റ് ഉണ്ടോ? ആ നേരെ ഒരു ഇങ്ങനെ സാധനം കണ്ടോ? രണ്ട് സൈഡിലുണ്ട്, 4 സൈഡിലുണ്ട്. അത് സെന്ററിൽ ഒരെണ്ണം ലെഫ്റ്റ്, ഒരെണ്ണം റൈറ്റ്, പിന്നെ ഒരെണ്ണം അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. സ്റ്റേഡിയം ആണത്. അറിയത്തില്ല കാണുമായിരിക്കട്ടോ, പറയാൻ പറ്റില്ല. ഞാനാ മറ്റേ പുള്ളിയുടെ അടുത്ത് കാണും. നിങ്ങളെന്താ അറിയാൻ ഇതെന്ത് ശരിയാ? പുള്ളിയോട് കളിയാ. ബീച്ച് എങ്ങനെയുണ്ട്? ബീച്ച് എങ്ങനെയുണ്ട്? ബീച്ച് നല്ലതാ, പക്ഷെ നടക്കാൻ പറ്റുന്നില്ല. നടക്കാൻ പറ്റുന്നില്ല. ശരിയാട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ സൂര്യൻ എടുക്കാം. ആ അത് നമുക്ക് കയറാൻ പറ്റുന്ന സാധനമാണ്. അത് അമ്മമാർ തന്നെ കൊണ്ടുവന്നിട്ട് അമ്മമാർക്ക് സുഖം. ഓ അറിയത്തില്ല കേട്ടോ. അമ്മമാർ തന്നെ ചെയ്യണം തോന്നല്ലേ? ആ അല്ലെങ്കിൽ ഒരു ബോർഡ് കാണണ്ടല്ലേ? നമ്മളെ ആൾക്കാർ ഇപ്പറ വീട് ഇറങ്ങോലേ. ചെരുപ്പിനടുത്ത് ഒരിടത്ത് ഇടണം കേട്ടോ, അതാ വിഷയം. ഇറങ്ങട്ടെ. സാന്ദ്ര തേപ്പിലേക്ക് ഇറങ്ങുമല്ലേ? ഇറങ്ങണോ? പൈസ കയറാൻ പറ്റുമോ? അതിനകത്തോ പൈസ ബോട്ടിനടുത്ത് പോവാ. അമ്മമാർക്ക് ഷോ കാണിക്കാനായിട്ടോ.
മോനെ ഏതാ ക്ലാമറ. നീ വീഡിയോ ആണ് എടുത്തേ? അതെ അതെ, പിന്നല്ലാണ്ട് ഇതൊക്കെ യൂട്യൂബിൽ കേട്ടോ. ഇനി മണിക്കൂർ നടക്കുവാ, രാത്രി വരെ ഉണ്ട്. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. എടാ കഴിഞ്ഞ 3 ദിവസത്തെ വ്ളോഗിൽ അവസാന വ്ളോഗിന് അന്ത്യമായിരിക്കും. കുഞ്ഞു ലക്ഷ്മി നനഞ്ഞു കേട്ടോ, ലക്ഷ്മി നനഞ്ഞു. ഇനി ബസ് കയറ്റോ? ഡിസൈനാ ഈ പാന്റിന്റെ ഡിസൈൻ കൈക്കോടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ചിരിക്കുന്ന 2 പേരന്മാരുടെ പുതിയ ഡിസൈൻ ആട്ടോ. ഞാനാ ഇന്റലിജന്റ്, ഇത് അൾട്രാ ഡിസൈൻ. അടുത്ത് ഷൂട്ട്. കറണ്ട് കണക്ക് മലയാളം അറിയത്തില്ല, അപ്പൊ നിങ്ങൾ എല്ലാവരും ബംഗാളികളാ. ഒരു പച്ച നിക്കറാണ് കുഴപ്പം. എന്ന് പാകിസ്ഥാനി ഇന്ത്യയിലും ഇന്ന ഒരു സീനുമില്ല. ഈ നിക്കറ് തിരിഞ്ഞു പോയി, അതൊരു അബദ്ധം പറ്റിയുള്ളൂ, വേറൊരു അബദ്ധം ഇല്ല. ഞാനേ നമ്മളോ ഈ നമ്പർ 10 എത്ര, ഞാൻ 10 തപ്പുകൊണ്ടിരിക്കുക. 10 ഇന്ത്യയിൽ എന്റെ ഇവിടെ 10 കാണണേ. പെട്ടെന്നുള്ള സിറ്റുവേഷൻ അറിഞ്ഞില്ല കേട്ടോ. ഇല്ല അങ്ങനെ നടക്കൂല. ഒരു സൈഡിൽ നൈറ്റ് വാച്ച്, റെയിൽവേ പാളം, അപ്പുറത്ത് മന്തിക്കട, നാഷണൽ ഹൈവേ, ബീച്ച്, ഫുള്ള് സെറ്റ്. നമ്മുടെ കോർഡിനേറ്റർ അഭിജിത്തിന്റെ വക ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം എന്തെന്ന് വെച്ചാല് പറ അഭിജിത്തെ. അപ്പൊ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഓക്കെ, അപ്പൊ ഓരോരുത്തരും അവരുടെ ഒരു ഫീഡ്ബാക്ക് പറയണം. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു എക്സ്പീരിയൻസ് കാണുമായിരിക്കും ട്രിപ്പിനെ പറ്റി. അപ്പൊ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ എല്ലാം പറയണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആദിത്യ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വളരെ നല്ല ട്രിപ്പായിരുന്നു. വിചാരിച്ചതിനെക്കാളും നല്ലായിരുന്നു. പിന്നെ അഭിജിത്ത് കുറെ കഷ്ടപ്പെട്ടു. കിട്ടേണ്ടത് കിട്ടി. അഭിജിത്തിന്റെ കഷ്ടപ്പാട് അവിടെ കേൾക്കുള്ളേ. മൈക്ക് തപ്പി അഭിജിത്ത് തന്റെ പ്രസംഗം, തന്റെ വാക്കുകൾ കോളേജ് പറക്കണം. ഇനി കോളേജ് ട്രിപ്പ് ഉണ്ടെങ്കിൽ കോളേജിൽ എവിടെയാണ് ട്രിപ്പ് അല്ലേ? ഈ കോളേജ് തീർന്നാലും പോകുന്നില്ല. ഈ വീഡിയോ നിനക്കൊരു മോട്ടിവേഷൻ ആണോ ഭാവിയിലേക്ക്? നീ വിചാരിച്ച ഇതാ അടി ആ കണ്ണിനെ കാണരുത്. കഴിഞ്ഞോ? ആദ്യത്തെ തുടങ്ങിക്കോ. ഇത് പറഞ്ഞു
ഇനി അടുത്ത അഭിയത്ത് പറയാം. അല്ലല്ല ഞാനല്ല നിങ്ങളാ പറയണ്ടത്. കൗണ്ടർ പോയിന്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഓൾറെഡി കെമിസ്ട്രിക്കാരുടെ ട്രിപ്പ് പോയത്. അപ്പോൾ നമ്മളൊക്കെ ഓൾറെഡി അവരുമായിട്ട് കമ്പനി നേരത്തെ പിടിച്ചതാണ്. പക്ഷെ ഞാൻ അവരുടെ കൂടെ പോയെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ ഒത്തിരി മിസ് ചെയ്തു സത്യം പറഞ്ഞാൽ. കാരണം അവരൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നേരത്തെ നിങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ആളില്ല ഫോട്ടോയ്ക്ക് വിളിച്ചെങ്കിൽ പോലും എനിക്ക് നിങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് തോന്നിയപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ ക്ലാസ്സുകാരുടെ കൂടെ പോകുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. അവരും എൻ്റെ കൂടെ പഠിച്ചവരാണ്, പക്ഷേ സ്വന്തം ക്ലാസ്സുകാരുടെ ഒരു ഇത് കിട്ടണമെന്നില്ലല്ലോ. പിന്നെ എനിക്കതിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞ ഈ ട്രിപ്പ്. അല്ലടാ അതിനടുത്ത് ഇന്ദുവല്ല ട്രിപ്പ് പോയിട്ട് നമ്മളൊന്നും അതല്ല ഇങ്ങനെ കറങ്ങിച്ചില്ല പിന്നെ ഇപ്പഴാ പോണത്. അതേ വൈബല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ ക്ലാസ്സിൽ ഇവന്മാരൊക്കെ സൈഡിലിരിക്കുന്നല്ലാണ്ട് ഇങ്ങനെ ഷെയ്ഡ് പോലെ കാണുന്നല്ലാണ്ട് ഇപ്പോഴൊക്കെ വലിയ കാണുന്നേ എന്നിട്ട് മൊത്തം കിട്ടിയില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. ഭയങ്കര സന്തോഷമാണ് എല്ലാവരുമായിട്ടൊന്നും വേണ്ട. ടെൻഷൻ അടിക്കണോ? മൈക്കില്ല. ഞാൻ സത്യത്തിൽ ഇത്രയും ടൂർ ഇത്രയും നല്ലതൊന്നും പ്രതീക്ഷിച്ചില്ല. അശോകമുഖന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കയറിയതാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല എനർജറ്റിക് ആയിരുന്നു. ഇത്രയും പേരുള്ളെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തു. നല്ല രസമായിരുന്നു. ഫാന്റാസ്റ്റിക്. എന്താ പറയാ? എലാസ്റ്റിക് അല്ല ഫാന്റാസ്റ്റിക്. എടാ നല്ലായിരുന്നടാ. എനിക്ക് തോന്നുന്നു 12th ടൂറിനേക്കാളും എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ടൂറായിരുന്നു. 10th പോയിട്ടില്ല, 12th ആദ്യം ടൂർ പോയത്. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ഇവിടെ വന്നതാണ്. എനിക്ക് ആദ്യം താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല വരാനായിട്ട്. ഭയങ്കര പോകാതൊക്കെ വിചാരിച്ച് അത് ഒരു ദിവസത്തെ ഭയങ്കര പോകാന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ 13 പേരുണ്ടെങ്കിൽ 60 പേരുടെ ഗുണമായിരുന്നു. ഞാൻ 10ലും പോയിട്ടില്ല, +2ലും പോയിട്ടില്ല. ഇന്ത്യയിലായിട്ട് ടൂറോ? ഇന്ത്യയിലായിട്ട് ഇത് ഐവിനെക്കാളും കൂടുതൽ പൊളിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു എല്ലാ കാര്യത്തിലും. സാധനം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര വലിയ വൈബൊന്നും അല്ല, പക്ഷെ അതിനേക്കാളും കൂടുതൽ വൈബ് അടിച്ചു. ശരിക്കും ഓരോരുത്തരുടെ വൈബിന്റെ ആ ഒരു റേഞ്ച് ഞാൻ അറിഞ്ഞത് ഇപ്പഴാ. പിന്നെ പറഞ്ഞല്ലേ നമ്മൾ ആൾക്കാർ കുറവാണെങ്കിലും നമ്മൾ പൊളിയായിരുന്നു. ചുമ്മാ പറയാൻ എനിക്ക് ട്രിപ്പ് പോകാൻ അവസരം കിട്ടിയിട്ടില്ല. +2ലും 10th-ലൊക്കെ എന്താ വെച്ചാൽ SPCയിലുള്ളതുകൊണ്ട് ആരും എന്നെ വിളിച്ചോണ്ട് പോയിട്ടില്ല. എല്ലാം എന്നെ വിട്ടിട്ടോ പോയെ. നിങ്ങളെന്നെ കൂട്ടിക്കൊണ്ടുവന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്രിപ്പ്. ഞാൻ ഡാൻസേ കളിക്കത്തില്ല, നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഡാൻസ് കളിച്ച് വൈബായിട്ട് വന്നെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒത്തിരി മാറി. എനിക്ക് അവിടെയൊക്കെ അത്രയ്ക്ക് ഫ്രണ്ട്സൊക്കെ കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര സൈലന്റ് ടൈപ്പാണ് ഞാൻ. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കൂടെ ഒക്കെ മിണ്ടി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്രിപ്പ്. ഞാൻ വീഡിയോ എടുക്കുന്നത് നീ പറ. എനിക്ക് വേറെ നീ പറ. ആരും കേട്ടില്ല. സാരി മര്യാദയ്ക്ക് പറഞ്ഞേ. അല്ലാത്തപ്പോൾ അങ്ങേറ്റത്തുണ്ട്. ഇത് പ്ലാൻ ചെയ്തെങ്കിൽ ലാസ്റ്റ് നിമിഷം വരെ നടക്കുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ലാസ്റ്റ് വണ്ടി വന്നപ്പോഴാണ് വണ്ടി കണ്ടില്ല. അത് കഴിഞ്ഞ് അടിപൊളിയായിരുന്നു.
ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇവന്മാർ രണ്ടുപേരും ഉണ്ട്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് നമ്മളെ ഇത്രയും സേഫ് ആയിട്ട് കൊണ്ട് എത്തിച്ച എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, കുട്ടാപ്പൊട്ടത്തൊക്കെ കുട്ടാപ്പൊട്ടുള്ള ബന്ധമാ. അങ്ങനെയാണ് വേണ്ടത്. കേൾക്കാൻ എല്ലാവരും റയർ പൈസ വരെ കൊടുക്കും അല്ലേ? അടുത്ത ഫാത്തിയാണ്. ഫാത്തി കമോൺ. ജീവിതത്തിൽ മറക്കാത്ത ടൂറാണ് കോളേജ് ടൂർ. ഫാത്തി പറഞ്ഞു കാരണം ഞാൻ 10ലും പോയിട്ടില്ല, പ്ലസ് 2 പോയിട്ടില്ല. ഞാൻ 1 തൊട്ട് പ്ലസ് 2 വരെ എല്ലാ വർഷവും ടൂർ പോയിട്ടുണ്ട്. എല്ലാ വർഷവും ടൂർ പോകുന്ന ഒരു വർഷവും ഇല്ല. പിന്നെ ആകെ നല്ല നമ്മളില്ലേ കെമിസ്ട്രിക്കാരോട് ടൂർ പോകാൻ പാടില്ലായിരുന്നു. ആ പോകാൻ നന്നായി. നമുക്ക് നമ്മളെല്ലാവരും മാത്രം വൈകാവുള്ളൂ. ഈ രൂപാങ്കോളത്തിൽ എല്ലാ പഠിപ്പികളും ഒരു ക്ലാസ്സിലായിരിക്കും. അതാണ് നമ്മളൊരു ഇൻട്രോവേർട്ടാണ്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഒന്നിക്കുന്നത് ഇങ്ങനത്തെ സംഭവത്തിലാണ്. സോ എനിക്കത് ഇഷ്ടപ്പെട്ടു. കെമിസ്ട്രിക്കാരുടെ പോയി കുറച്ച് കുഴപ്പമില്ലായിരുന്നു. നമുക്കതിനെ ബെറ്റർ ചെയ്തു. ഓക്കെ എടാ നീ പോസ് ചെയ്തോ? പോസ് ചെയ്ത് വെച്ചേക്കോ. ഇപ്പൊ പോസ് ചെയ്തോ? ഓക്കെ ഓക്കെ. ഇല്ല അത് കിട്ടില്ല, അത് വേണ്ട. അത് എനിക്കറിയാം നിങ്ങളെല്ലാം കുറിച്ച് ഇങ്ങനെ കളിയാക്കുന്നത്. അത് ഞാൻ നേരത്തെ പോസ് ആക്കി. വേണ്ട, ഞാൻ പറയട്ടെ. നമ്മുടെ ട്രിപ്പിന്റെ പ്ലാൻ തുടങ്ങിയത് നവംബറില്, വന്നത് ഡിസംബറില്. അവിടെ വരെ നമ്മളെത്തി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു ജനുവരി ആയപ്പോ വീണ്ടും പറഞ്ഞു. അവസാനം മിസ്സുമാര് വരെ ചോദിക്കാൻ തുടങ്ങി, പോകുന്നില്ലേ. അതെ, പ്രിൻസിപ്പളിന്റെ അടുത്ത് ചെയ്തപ്പോ വണ്ടേ ആണോ പോകുന്നത്, ഇപ്പോഴാണോ പോകുന്നത്? അവിടെ വരെ എത്തി. അവിടെ വരെ എത്തി. പിന്നെ നമ്മൾ തുടങ്ങിയപ്പോ മാത്സുകാർ വന്നു, സൈക്കോളജിക്കാർ വന്നു, മലയാളക്കാർ വന്നു. ഇവരുടെ എല്ലാം ചെയ്ത് നമ്മൾ മേടിച്ചായിരുന്നു. അത് വേറെ കാര്യം. പിന്നെ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. സ്വിച്ച് ഓഫ് ആവണ്ട. ജീൻ മിസ് 2 വാക്ക് പറയണം. സുധീഷ് സാർ, സാറ് പേടിച്ചിരിക്കണ്ട, അടുത്ത സാറാ. ഞാൻ പിള്ളേരെ കൊണ്ട് ആദ്യമായിട്ടാണ് ടൂർ പോകുന്നത്. എൻ്റെ ട്യൂട്ടർഷിപ്പിലുള്ള ആദ്യത്തെ ബാച്ചാണ് നിങ്ങൾ. ആദ്യമായിട്ടാണ് നിങ്ങളെ കൊണ്ട് ടൂർ പോകുന്നത്. നിങ്ങളായിട്ട് അല്ല, ഈ ടൂറ് നിങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് ഈ വർഷം ആദ്യം മുതലേ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നിങ്ങൾ ടൂറുമായിട്ട് വരുമല്ലോ, ഞാനാണല്ലോ പോരേണ്ടത്. ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, പേഴ്സണലായിട്ടുള്ള പിള്ളേരുടെ പ്രശ്നമുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ എന്നാ ചെയ്യും എന്ന് ഓർത്ത് വരും. പക്ഷെ അതുകൊണ്ട് വേറെ ആൾക്കാരുമായിട്ട് ഒത്തുവരാത്തതെന്ന് വരെ ഞാൻ ഓർത്തിട്ടുണ്ട് പ്രശ്നങ്ങൾ കാരണം. ഏതായാലും അവസാന നിമിഷം നിങ്ങൾ 1 ഡേ ടൂറാണ്. അതെന്തായാലും ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. എന്തായാലും അവരുടെ കൂടെ പോകണം എന്ന് അംഗീകരിച്ചു. പിന്നെ ഏറ്റവും അവസാനമായപ്പോൾ നിങ്ങൾ ഒരു സ്റ്റേബിളായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയില്ല. ഞാനത് വിട്ടു. ഇനിയില്ല ടൂറില്ല എന്ന് ഓർത്തോണ്ടിരിക്കുക. അന്നേരമാണ് പെട്ടെന്ന് വന്ന് നിങ്ങൾ പറയുന്നത് ശനിയാഴ്ച നമുക്ക് പോകാം നമ്മുടെ ക്ലാസ് വെച്ച് പറയുന്നത്. ഓക്കെ, അങ്ങനെ യാതൊരു കുഴപ്പമില്ലാതെ നിങ്ങളെ കൊണ്ട് ടൂറ് പോകുമ്പം യാതൊരു പ്രശ്നമില്ലാന്ന് ടീച്ചേഴ്സ് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞായിരുന്നു. അങ്ങനെ പ്രശ്നമുള്ള പിള്ളേരൊന്നും അല്ല. അതുപോലെ തന്നെ നിങ്ങളെ യാതൊരു കുഴപ്പവും ഉണ്ടാക്കിയില്ല, പറഞ്ഞതെല്ലാം കേട്ടു.
ഒന്നും പറയേണ്ട വന്നില്ല അല്ലേ, നിങ്ങൾ തന്നെ എല്ലാം ചെയ്യുക ചെയ്തെങ്കിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു, ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചില്ല. അപ്പം നമുക്ക് കോളേജിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ദിവസം പുറത്ത് പോകാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പം ടൂറിന് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തില്ല. അതിലൊരു ദിവസം സൗകര്യപ്പെട്ട് നിങ്ങളുടെ നോയമ്പൊക്കെ എന്നാ തീരുന്നേ, തുടങ്ങുന്നത് എന്നാ? ഏതായാലും അത് കഴിഞ്ഞിട്ട് നല്ല ദിവസമായിരുന്നു. എല്ലാം നിങ്ങൾ നന്നായിട്ട് അറേഞ്ച് ചെയ്തു. നിങ്ങളെല്ലാവരും പരസ്പരം നല്ല സഹകരണമായിരുന്നു. ഏതായാലും എൻ്റെ ആദ്യത്തെ ടൂറ് നല്ലതായിരുന്നു. സാറ് തൊഴുതു പിടിക്കുക. റേറ്റിംഗ് 5 സ്റ്റാറിൽ 5 സ്റ്റാർ ആയ എല്ലാരും ഹാപ്പിയല്ലേ? ഇനി അടുത്തത് അഭിജിത്തിന്റെ പാട്ട്. എന്ത് പാട്ട്? ഒരാൾ വിട്ടുപോയിട്ടോ, നമ്മുടെ ഡ്രൈവറിന്റെ കാര്യം വിട്ടുപോയി. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഇത്ര സേഫ് ആയിട്ട്, കാരണം നമ്മൾ ആദ്യം ഒരു വണ്ടി നമ്മൾ നേരത്തെ വിളിച്ചായിരുന്നു. അപ്പൊ ആ വണ്ടി ആദ്യം പറഞ്ഞാൽ ഓൾറെഡി ബുക്ക്ഡ് ആയി പോയി. കാരണം ട്രിപ്പ് സെറ്റ് ആകുമ്പോ ആൾക്കാർ സെറ്റ് ആകും, ആൾക്കാർ സെറ്റ് ആകുമ്പോൾ വണ്ടി പോയി. വണ്ടിക്കാരില്ലായിരുന്നു. ലാസ്റ്റ് നിമിഷം വണ്ടിയായിട്ട് വന്ന് കംപ്ലീറ്റ് ആക്കി. പിന്നെ എന്റെ കൂടെ TTCക്ക് പഠിച്ച എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവൻ. എല്ലാ കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. എത്ര പറഞ്ഞ മതി വേണം, കണ്ണിലുണ്ണിയാണ്. ഇത്ര വിട്ടുപോയ ഒരാളുണ്ട്, അഭിജിത്ത് TK. അവൻ ട്രിപ്പ് പോയിട്ട് നമുക്ക് വേണ്ടി ട്രിപ്പിന് വേണ്ടി ഇറങ്ങി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അത് പറഞ്ഞു. ശരിയാ, അവൻ പറഞ്ഞു, നമ്മൾ പറയണ്ടേ? അവൻ തന്നെ പറഞ്ഞിട്ട് പോയില്ലേ? നമുക്ക് ആകെ കോളേജ് ലൈഫിൽ ഓർക്കാനൊക്കെ ഫസ്റ്റ് വരുള്ളൂ പറഞ്ഞ അവൻ 3 ദിവസമാണെങ്കിൽ പോയിട്ടും അവൻ ഇതിനായിട്ടും മുൻകൈ എടുത്തതിന് എനിക്ക് നമുക്കറിയില്ല. എന്നാലും താങ്ക് യു. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ട്രിപ്പ് അല്ല, ഞാൻ ഒറ്റയ്ക്ക് എന്ത് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ ആദ്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ എന്ത് പ്രോഗ്രാം ചെയ്താലും ഇപ്പൊ എന്റെ കൂടെ എല്ലാവരും കാണും. ആദ്യം പറഞ്ഞാൽ ഒറ്റയ്ക്കായി ഞാൻ ഇന്നവരെ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. നമുക്ക് നമ്മൾ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാവരും എന്റെ കൂടെ, അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോഗ്രാം നടത്തി. അപ്പൊ പിന്നെ പറഞ്ഞ ഞാൻ നിങ്ങളോടാണ് ഞാൻ താങ്ക്സ് പറയേണ്ടത്. കൈയടിക്ക് പിള്ളേരെ. ഇതായിരുന്നു പിന്നെ വേറെ വഴി എടുത്ത് ട്രിപ്പിന്റെ ലാസ്റ്റ് അവശേഷിക്കുന്നത് എന്താ അതെ
एक बार मिला दे प्यार मिला दे दिलदार मिला दे നിന്റെ വായനോട് അറിയണ്ടാ അതെടുക്കല്ലേ വായനോട് ഇവിടെ ഒന്നും വരാനില്ല അവർ പാടിയോ ആയല്ലേ എടുത്തോ നിങ്ങളാ പറഞ്ഞത് മായോ നമുക്ക് വാശി മായല്ലോ മിന്നൽ വാള വേറെ